ജയൻ വന്നില്ല അല്ലേ? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അവൻ വരില്ല എന്ന് പറഞ്ഞു. എടാ ഞാൻ വിളിച്ചെന്ന് പറഞ്ഞില്ലേ? ഒക്കെ പറഞ്ഞു. എടാ അവൻ നമ്മുടെ എതിർകക്ഷിയാ. ഫ്രണ്ട്ഷിപ്പിനേക്കാൾ വലുതാണല്ലേ അവന് പൊളിറ്റിക്സ്. മതിയടാ മതി. നീ എന്താ അല്ലിമലർക്കാവ് പെണ്ണ് കാണാൻ പോവാ? അവിടെ അണികൾ കാത്തിരിക്കുന്നു. വാ. മുത്തശ്ശി, ഞാനൊരു യുദ്ധത്തിന് പോവുകയാണ്. എന്നെ അനുഗ്രഹിക്കണം. ശ്രീ പത്മനാഭ ഭഗവാനെ, എന്റെ മോൻ എവിടെ പോയാലും ജയിക്കും. മുത്തശ്ശനോട് പറഞ്ഞിട്ട് പോ. ശ്രീ പത്മനാഭനെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരന്മാരെ, സഹോദരികളെ, അമ്മമാരെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എന്റെ കൂപ്പുകൈ. ഞാനൊരു അലവലാതിയും തെമ്മാടിയും ദുഷ്ടനും ഒക്കെ ആണെന്നാണ് നിങ്ങളുടെ ധാരണ. എന്നാൽ ഞാനിതൊന്നും അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പഴയ വിക്രമാദിത്യ രാജാവും വേഷം മാറി, ഭാഷ മാറി, ജനങ്ങൾ ഒരുവനായി നടന്നു. അനവധി വിവാഹങ്ങൾ നടത്തി, മോഷണവും പിടിച്ചുപറിയും വരെ നടത്തി. എന്നിട്ടും നാം അദ്ദേഹത്തെ മഹാൻ എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? എന്താണ് അതിന്റെ കാരണം? അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയായിരുന്നു. അതുപോലെ തന്നെയാണ് ഞാനും. നിങ്ങളുടെ സ്ത്രീകൾക്ക്, നിങ്ങളുടെ കുട്ടികൾക്ക്, ഈ നാട്ടിലെ തൊഴിലാളികൾക്ക് എന്നെ ഭയമാണ്. ഞാനൊരു ദുഷ്ടനും കോമാളിയുമായിട്ട് അഭിനയിക്കുകയായിരുന്നു. അഭിനയിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ ഞാൻ അസലായിട്ട് പഠിച്ചു. അവയ്ക്കെല്ലാം പരിഹാരങ്ങളും ഞാൻ കണ്ടുപിടിച്ചു. നിങ്ങൾ ആരും ഇനി എന്നെ തമ്പുരാൻ എന്ന് വിളിക്കരുത്. ഞാൻ മഹിയാണ്, നിങ്ങളുടെ എല്ലാം മഹി. ജാലിയൻ വാലാബാഗും ക്വിറ്റ് ഇന്ത്യ സമരവും ഉപ്പ് സത്യാഗ്രഹവും നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അന്ന് ദാദാബായ് നവറോജിയും ലാലാ ലജ്പത് റായിയും എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. 1965 എന്താണ് നടന്നത്? 1982 എന്താണ് നടന്നത്? 1965 82 നടന്നത് തന്നെയല്ലേ ഈ 1987 നടക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചു പോവുകയാണ്. മഹീന്ദ്രവർമ്മ ഇളയരാജ കി ജയ്! മഹീന്ദ്രവർമ്മ ഇളയരാജ കി ജയ്! നമ്മുടെ ചിഹ്നം എന്താണ്? നമ്മുടെ ചിഹ്നം എന്താണ്? മഹീന്ദ്രവർമ്മ ഇളയരാജ കി ജയ്! ആ കാണുന്ന ചുവന്ന കെട്ടിടം കണ്ടു, അവിടെ നമുക്ക് ആരംഭിക്കാം. കുടിയേറ്റ കർഷകനാ, പാലാക്കാരൻ തോമ. പേര് മറക്കരുത്. പാലാക്കാരൻ തോമ. പാലാക്കാരൻ തോമ. ശരി. ചിരിക്കുന്നു, നീ ഒന്ന് ചിരിച്ചു കാണിക്കൂ. പ്രചരണമൊക്കെ എങ്ങനെ നടക്കുന്നു? കുഴപ്പമില്ല, പോട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക്. എന്റെ പൊസിഷൻ നീ മനസ്സിലാക്കണം. ഇറ്റ്സ് ഓൾ റൈറ്റ്. കാണാം. ലക്ഷ്മി, എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ ഗവൺമെന്റ് ജീവനക്കാർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏർപ്പെട്ടാലുള്ള ശിക്ഷ എന്താണെന്നറിയോ? ജോലി പോകും. പേടിക്കണ്ട, ഞാൻ വെറുതെ പറഞ്ഞ. ചേടത്തി,
അയ്യോ കൊച്ചമ്പ്രാനോ? തോമാചായൻ എന്തി ഇതെന്നെ ഉണ്ടാക്കുന്നത് നോക്കട്ടെ. ഛോ, നല്ല അസലും മീൻകറി, വായിന്ന് വെള്ളം വരുന്നു. കപ്പയുണ്ടോ എടുത്തി? ഞങ്ങള് തന്നാ അവിടുന്ന് കഴിക്കോ? അതെന്നെ ചോദ്യം എടുത്തി. നമ്മൾ തമ്മിൽ എന്നാ വ്യത്യാസം? ഇതേ പുറത്ത് വയ്ക്കുന്നവന്മാർ അറിയണ്ട, അറിഞ്ഞ ഇത് മുഴുവൻ തീർത്തും. എനിക്കാണെങ്കിൽ നല്ല വിശപ്പ്. ഏട്ടത്തി ചുളു വിളിച്ചിരിങ്ങതാ, ഞാൻ അടിച്ചോളാം. ചെല്ലേ. അല്ല ചേട്ടത്തി, നമ്മുടെ ത്രേസ്യ കുട്ടി ഇപ്പൊ എവിടാ? അവിടെ ജബൽപൂര് നഴ്സിംഗിന് പഠിച്ചോണ്ടിരിക്കുക. ആ, അപ്പോഴേ ചേട്ടനും ചേട്ടത്തിയും കൂടെ ഈ കാടും വെട്ടുവെട്ടി അങ്ങ് പോയാ മതിയോ? പട്ടയം ഒന്നും വേണ്ടായോ? തമ്പുരാൻ അതൊന്ന് പരിഗണിക്കണം. പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പം എന്റെ കാര്യം കൂടെ ഒന്ന് പരിഗണിക്കണം. അത് പറയാനുണ്ട് തമ്പുരാന്. അതാ. നോ വന്നേ. അയ്യോ തമ്പുരാൻ. എന്താ ഇവന്റെ പേര്? ടിറ്റോ. ആ, ടിറ്റമോൻ. അങ്കിളൊരു ഉമ്മാന്നേ. മാ. എന്റെ അമ്മാവാ, അവിടെ തേച്ചത് കൊണ്ട് കാര്യമില്ല. ആ ചെറുക്കൻ ദേ ഇവിടെ ഉമ്മ വെച്ചത്. ഈ കൈ കൊണ്ട് അവനെ എടുത്തു. 18 കളരികൾക്കും ഗുരുക്കളായ ഈ ആരോമലാണ് പറയുന്നത്. കുളമന്നൂർ കാവിലെ ഭഗവതിയാണ് സത്യം. തെരഞ്ഞെടുപ്പിന്റെ അന്ന് നിങ്ങൾക്ക് ഓരോ മുണ്ടും ഓരോ കുപ്പി പട്ടച്ചാരായവും. ഇത് സത്യം. സത്യം. സത്യ പട്ട പോരെങ്കിലോ? ഓ, പട്ട പോരെങ്കിലോന്ന്. എന്താടാ പറഞ്ഞത്? പട്ട പോരെന്നോ? പട്ട പോരെങ്കിൽ 10 മിനിറ്റ് സ്ഥലം കൂടെ എഴുതി തരാം. പോട്ടെ, സാരമില്ല. വാ. ഒന്നും പറ്റിയില്ലല്ലോ. ആരെ വേണമെങ്കിലും തല്ലിക്കോ, പക്ഷെ ജയനെ മാത്രം ഒന്നും ചെയ്യരുത്. പറഞ്ഞു കേട്ടല്ലോ, അവനെ തൊട്ടാൽ എന്റെ സ്വഭാവം മാറും. ഉണ്ണി, പോരിൽ മാറ്റാന്റെ ശിരസറക്കുന്നതാണ് യുദ്ധധർമ്മം. നീ ഉണ്ണിയാർച്ച കണ്ടിട്ടില്ലേ? എനിക്കൊന്നും കേൾക്കണ്ട. ജയനെ തുടരുത്. വേണ്ട, ജയനെ തൊടണ്ട. നമുക്ക് മറ്റുള്ളവരെ മർദ്ദിക്കാം. വായിൽ വെള്ളിക്കരണ്ടിയുമായി പിറന്നു വീണ ഒരു ശിശുവാണ് ഇപ്പോൾ കൊട്ടാരത്തിന്റെ മതിലുകൾ തകർത്ത് ജനസേവനത്തിനായി ഇറങ്ങി വന്നിരിക്കുന്നത്. കിരീടവും ചെങ്കോലും വലിച്ചെറിഞ്ഞ ബുദ്ധനെ പോലെ, അശോകനെ പോലെ ഈ ഉന്നത കുലജാതൻ സ്വന്തം സുഖസൗകര്യങ്ങൾ ത്യജിച്ച് അധികാരത്തിന്റെ മുൾക്കിരീടമണിയാൻ ധൈര്യസമേതം മുന്നോട്ട് വന്നിരിക്കുന്നത്. കൊട്ടാരത്തിൽ സുഖസമൃദ്ധിയോടെ കഴിയുമ്പോഴും യുവരാജാവിന്റെ മനസ്സ് ഒന്ന് മാത്രമേ മന്ത്രിക്കുമായിരുന്നുള്ളൂ. എനിക്ക് സേവിക്കണം, എനിക്ക് ജനങ്ങളെ സേവിക്കണം. ഈ യുവാവിന്റെ മനസ്സിലെ ആഗ്രഹങ്ങളെ പൂവണിയിക്കും. സുഹൃത്തുക്കളെ, അദ്ദേഹത്തെ വിജയത്തിന്റെ സിന്ദൂര തിലകമണിയിക്കും. യുവരക്തത്തിന്റെ പ്രതീകമായ നമ്മുടെ ആശയവും ആവേശവുമായ നിങ്ങളുടെ പ്രിയങ്കരനായ യുവരാജാവിന് നമ്മുടെ മഹീന്ദ്രവർമ്മ ഇളയരാജയ്ക്ക് ഓരോ വോട്ടുകളും നൽകി അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് താണ് വീണ് കേണ് അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നിനക്കൊക്കെ മിനിമം കൂലി 12 രൂപ തന്നതാരാ ഓർമ്മയുണ്ടോ? ചെറിയമ്പ്രാൻ. ആ, നമ്മുടെ ചിഹ്നം എന്താ? ചിഹ്നവും കുപ്പിയിലോട്ട് നോക്കണോ? ഉദയസൂര്യൻ. മനസ്സിലായോ? എന്താ ഉദയസൂര്യൻ? ആ, ഇതെന്തോന്നിനാ? പ്രഭാതത്തിന്റെ നവോന്മേഷത്തിന്. ഇതും അടിച്ചേച്ച് വേറെ വല്ലയിടത്തും മാറ്റി കുത്തിയ കളരിന്ന് ഞാൻ എന്റെ ഉറുമി എടുക്കും. വെറുതെ തന്റെ തല മണ്ണ് തീറ്റിക്കരുത്. വേറെ ഒരു കണ. അങ്ങനെ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി നമ്മുടെ ഇളയരാജയ്ക്ക് ഉദയസൂര്യൻ അടയാളത്തിൽ ഓരോ വോട്ടുകളും രേഖപ്പെടുത്തി അദ്ദേഹത്തെ വിജയിപ്പിക്കണം. ഇതത് വെച്ചോളൂ. ഇതും കൂടെ ഒരു 200 അടി അമ്മാവ. ഉദയസൂര്യൻ മറക്കല്ല അമ്മാവ. ഉമ്മ. ആഭ്യന്തരമന്ത്രി മഹേന്ദ്രവർമ്മയും PA ലക്ഷ്മിയും തമ്മിൽ ഉടക്ക്. പ്രണയ കലഹമോ പുഞ്ചിരിയോ? തെക്കുംകൂർ കോവിലകത്തെ ഇളയരാജാവും ആഭ്യന്തരമന്ത്രിയുമായ മഹേന്ദ്രവർമ്മയുടെ കാമുകിയാണ് ലക്ഷ്മി.
ഇളയരാജാവിന്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് സൂപ്രണ്ട്സ് ഓഫീസിലെ ക്ലർക്കായിരുന്ന ഈ സുന്ദരിയെ ട്രാൻസ്ഫർ വാങ്ങി അനന്തപുരിയിൽ കൊണ്ടുവന്നത്. ആരെ ഈ കൈമള്? ഞാൻ അവനെ കൊല്ലും. ഒരു കാര്യമില്ല. ഒരുത്തനെ കൊന്നാൽ 100 പേര് വേറെ ഉണ്ടാവും. സൂക്ഷിക്കേണ്ടത് നമ്മളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യമുണ്ടെങ്കിൽ അതിന് വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. സ്വന്തം PA തന്നെ വേണമെന്നുണ്ടോ? ഛേ, ഇതങ്ങനെ ഒന്നുമല്ല സാർ. എന്താ ഞാൻ പറയേണ്ടത്? ആ, അതൊക്കെ പോട്ടെ. ഞാൻ വിളിപ്പിച്ചത് ഒരു പ്രത്യേക കാര്യം പറയാനാണ്. കൃഷ്ണഗിരിയിൽ കുറെ കുടിയേറ്റ കർഷകരും ആദിവാസികളും ചേർന്ന് സർക്കാർ വനം കയ്യേറിയിട്ടുണ്ട്. വർഷങ്ങളായി അവരവിടെ താമസിക്കുന്നു. പട്ടയം കൊടുക്കാമെന്ന് കഴിഞ്ഞ മിനിസ്ട്രിയിൽ ഞാൻ തന്നെ സമ്മതിച്ചതാണ്. പക്ഷേ ഇപ്പോഴൊരു നോർത്ത് ഇന്ത്യൻ കമ്പനിയുടെ ഓഫർ വന്നിരിക്കുന്നു. കുടിയേറ്റക്കാരെ കുടിയൊഴിപ്പിച്ചു കൊടുത്താൽ ഒരു തോട്ടം ഉണ്ടാക്കാനുള്ള പണം അവർ ഇൻവെസ്റ്റ് ചെയ്യും. റവന്യൂ മന്ത്രി നോട്ടീസ് അയച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. മര്യാദയ്ക്ക് പറഞ്ഞാൽ അവർ കുടിയൊഴിയില്ല. ഒരു പോലീസ് അറ്റാക്കിന് വേണ്ടി വരും. ഐ മീൻ ലാത്തിചാർജ്, വെടിവെപ്പ് എന്ന് വേണ്ട, ആകെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചെടുത്താലേ അവരൊഴിയൂ. ഇത്രയേറെ ആളുകളെ കുടിയൊഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവരൊക്കെ എങ്ങോട്ട് പോകും? കിടപ്പാടം ഇല്ലാതാക്കുക എന്നൊക്കെ പറഞ്ഞാ അതൊക്കെ തെറ്റല്ലേ സാർ? ഒരു സാധാരണക്കാരന്റെ ദൃഷ്ടിയിൽ തെറ്റാണ്. നമ്മളൊക്കെ രാഷ്ട്രീയക്കാരാണ്. രാഷ്ട്രീയത്തിൽ തെറ്റും ശരിയും ഒന്നുമില്ല മഹേന്ദ്ര. ഈ പൊതുജനം എന്ന് പറയുന്നവന് രാഷ്ട്രീയത്തിൽ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ഒന്നും അറിയില്ല. നാം ഇതുവരെ എത്താൻ ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ചിട്ടുണ്ട്. ഇതൊന്നും സർക്കാർ പണമല്ല, എന്റെ കുടുംബ സ്വത്തല്ല, പാർട്ടി അണികളുടെ മെമ്പർഷിപ്പ് ചെയ്യുമല്ല, വൻകിടക്കാരിൽ നിന്നും വാങ്ങിയതാണ്. മഹിക്കറിയാമോ, കുടിയൊഴിപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ഇലക്ഷനിൽ 75 ലക്ഷം രൂപ ആ ബോംബെ കമ്പനിക്കാരോട് വാങ്ങിക്കഴിഞ്ഞു. അവരോട് വിശ്വാസവഞ്ചന കാണിച്ചാൽ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ നമ്മൾ എവിടെ പോകും? തന്റെ ആദ്യത്തെ അസൈൻമെന്റ് ആണിത്. DIG ആന്റണിയാണ് ഇതിന് പറ്റിയാൾ. പങ്കെടുക്കുന്ന പോലീസുകാർക്ക് എന്തും ചെയ്യാനുള്ള മനോവീര്യം താൻ കൊടുക്കണം. ഒരു 2000 രൂപ വീതം ക്യാഷ് അവാർഡ് ഓഫർ ചെയ്തേക്കും. ക്യാഷ് അവാർഡ് കൊടുക്കാൻ ഫണ്ടില്ലല്ലോ സാർ. കൊടുക്കണമെന്ന് ആര് പറഞ്ഞു? ഓഫർ ചെയ്യണമെന്നല്ലേ പറഞ്ഞുള്ളൂ. ഞാൻ പറയുന്നു ഒന്ന് കേൾക്കും. നീ ചെയ്യുന്ന എന്താണെന്ന് നിനക്കറിയില്ല. നിനക്ക് ഭ്രാന്താണ്. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അവിടെ മഴയുണ്ടോ? ഇത് കുട്ടിക്കളിയല്ല, 100 കണക്കിന് പാവങ്ങളുടെ ജീവന്റെ പ്രശ്നമാണ്. നിന്നോട് ഞാൻ ഇതുവരെ ഒന്നും റിക്വസ്റ്റ് ചെയ്തിട്ടില്ല. നീ ദയവ് ചെയ്ത് വയർലെസ് മെസ്സേജ് കൊടുത്ത് പോലീസിനെ തിരികെ വിളിക്കണം, അല്ലെങ്കിൽ ഇവിടെ രക്തപ്പുഴ ഒഴുകും. നീ ഊണ് കഴിച്ചോ? ഞാൻ കഴിച്ചു. നല്ല അസല് മീൻ കറി ഉണ്ടായിരുന്നു. എടാ, നീ ആ പാവങ്ങളുടെ നിലവിളി നീ കേൾക്കടാ. ഇതിൽ നല്ലത് കൂട്ടിന്റെ ചെവി വേറെ